പ്രേംലാൽ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാവേരി എഞ്ചിൻ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് വരുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. എങ്ങനെയാണ് അവസ്ഥ? അതായത് ഇത് 1980 നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നമാണ് ഇപ്പോൾ അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുന്നതെന്ന് പറയാം. ഈ കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി ഇന്ത്യൻ സാങ്കേതിക വിദ്യകളും ഇന്ത്യയുടെ സംരംഭങ്ങളും എല്ലാം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വിമാന എഞ്ചിനാണ്. ഇത് 1980 തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ ധനപരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും സാങ്കേതികപരമായി നമുക്ക് ചില ടെക്നോളജികൾ കിട്ടാത്തതിൻ്റെ പേരിലും ഇതിൻ്റെ പരീക്ഷണങ്ങൾക്ക് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നതിനാലും ഒരുപാട് ഇഴഞ്ഞു നീങ്ങിയിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ പുതിയ നയമനുസരിച്ച് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഈ കാവേരി എഞ്ചിൻ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത്. 1980 നമ്മൾ ഉണ്ടാക്കിയ കാവേരി എഞ്ചിൻ്റെ പരിഷ്കൃത രൂപമാണ് ഇപ്പോൾ നമ്മുടെ പരിഗണനയിലുള്ളത്. ആ എഞ്ചിൻ ഇപ്പോൾ ഫുൾ സൈക്കിൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ഈ വിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഈ എഞ്ചിൻ ഒരു പരീക്ഷണശാലയിൽ വെച്ച് കൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇതുവരെ പൂർത്തിയാക്കിയതെങ്കിൽ ഒരു യഥാർത്ഥ വിമാനത്തിൽ ഈ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് പറന്നുയർന്നു കഴിഞ്ഞാൽ, അത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിമാനം പറന്നുയർന്നു കഴിയുമ്പോൾ ഈ എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഇതിന് വേണ്ടിയിട്ട് റഷ്യയുടെ IL-76 ഒരു വലിയ ഒരു ചരക്ക് വിമാനമാണ്. 4 എഞ്ചിനുള്ള ഒരു വലിയ ചരക്ക് വിമാനമാണ് IL-76. ഇത് അവിടെ ഈ വിമാന എഞ്ചിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതുള്ള ഒരു വിമാനമായതുകൊണ്ട് ഈ വിമാനത്തെ ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 4 എഞ്ചിനുകളുള്ളതിൽ ഒരു എഞ്ചിൻ ഇളക്കി മാറ്റി പകരം കാവേരി എഞ്ചിൻ ഘടിപ്പിച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. നേരത്തെ ഒരു തവണ ഇതേപോലെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ച് ഒന്ന് പറത്തി നോക്കിയപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ കണ്ടെത്തുകയും കാവേരി എഞ്ചിൻ അഴിച്ച് വീണ്ടും ബാംഗ്ലൂരിൽ DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവരാണ് ഈ കാവേരി എഞ്ചിൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ഗോഡൗണിൽ കൊണ്ടുവന്ന് അവരുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ അവസാനവട്ട പോരായ്മകളും പരിഹരിച്ച് വീണ്ടും നമ്മൾ റഷ്യയിലാണ് ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുക. റഷ്യയിൽ ഇത് കൊണ്ടുപോകാൻ പോവുകയാണ്. വരുന്ന സെപ്റ്റംബറിൽ ആ പരീക്ഷണം നടത്താനുള്ള സ്ലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഈ പരീക്ഷണം പൂർത്തിയാക്കാനാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റഷ്യയിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ഈ റഷ്യയിലെ ഈ പരീക്ഷണശാലയിൽ മറ്റ് പല രാജ്യങ്ങളും അവരുടെ വിമാന എഞ്ചിനുകൾ പരീക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് അനുയോജ്യമായൊരു സമയം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന് സെപ്റ്റംബറിൽ അവർ സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത് പൂർത്തിയാക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് തന്നെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിനോടൊപ്പം തന്നെ തെർമൽ സ്ട്രെസ് ടെസ്റ്റിംഗ് നടത്തും. അതായത് തെർമൽ എന്ന് വെച്ചാൽ ചൂട്, ഈ വിമാന എഞ്ചിൻ ചൂട് എത്രത്തോളം താങ്ങുന്നുണ്ട്, തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ നോക്കുക. പിന്നെ ഇൻ്റഗ്രേഷൻ ട്രയൽസ്, അതായത് ഇതിൻ്റെ പല കോമ്പോണൻസ് കൂട്ടി യോജിപ്പിക്കാനുണ്ടാകുമല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്രയുമാണ് അവസാനവട്ട പരീക്ഷണത്തിലുള്ളത്. ഇത് വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ കാവേരി എഞ്ചിൻ നമ്മൾ തൽക്കാലം ആളില്ലാ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഈ ആളില്ലാ വിമാനങ്ങളിൽ ഉപയോഗിച്ച് അത് ഫലപ്രാപ്തി നമ്മൾ തൃപ്തികരമാണെങ്കിൽ നമ്മുടെ ലൈറ്റ് എയർക്രാഫ്റ്റുകളുണ്ട്, ഈ ചെറിയ തേജസ് പോലെയുള്ള ചെറിയ യുദ്ധവിമാനങ്ങൾക്ക് ഈ എഞ്ചിൻ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കിയപ്പോൾ തന്നെ കാവേരി എഞ്ചിനാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നതും ഉപയോഗിച്ചതും. പക്ഷേ ഈ കാവേരി എഞ്ചിൻ നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ അന്ന് കണ്ടെത്തി. പ്രത്യേകിച്ച് അതിൻ്റെ വേഗതയുടെ പ്രശ്നമാണ്. ഈ യുദ്ധവിമാനങ്ങൾക്ക് വേഗത അത്യന്താപേക്ഷിതമായൊരു ഘടകമാണല്ലോ. ശത്രു മിസൈലുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് വെട്ടി ഒഴിയാനൊക്കെ വേഗത അത്യാവശ്യമുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഈ പോരായ്മ ഉള്ളതുകൊണ്ട് നമ്മൾ കാവേരി എഞ്ചിൻ തൽക്കാലം ആ പദ്ധതി അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് നമ്മൾ അമേരിക്കയുടെ GE എന്ന് പറയുന്ന കമ്പനിയുടെ F404 എന്ന് പറയുന്ന എഞ്ചിനാണ് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയെ ആശ്രയിക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഈ എഞ്ചിൻ കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ 2 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു എഞ്ചിൻ നമുക്ക് കിട്ടിയത്. നമുക്ക് 86 തേജസ് യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കി എയർഫോഴ്സിന് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് കുറേയായി. പക്ഷേ ഈ 86 യുദ്ധവിമാനങ്ങൾ തയ്യാറാക്കാനുള്ള എഞ്ചിൻ ഇനിയും നമ്മൾ അമേരിക്കയുടെ അവരുടെ സമയവും സൗകര്യവും അനുസരിച്ച് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കാവേരി എഞ്ചിൻ നമുക്ക് പൂർത്തിയാക്കി കിട്ടുകയാണെങ്കിൽ
പൂർണ്ണമായും തേജസ് യുദ്ധവിമാനങ്ങൾക്ക് നമുക്ക് കാവേരി എഞ്ചിൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ തേജസ്സിൽ ഇത് വിജയകരമാകുകയാണെങ്കിൽ ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഈ കാവേരി എഞ്ചിൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1980 തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ആ കാലത്ത് ഇന്ത്യ സാമ്പത്തികമായി അത്ര നല്ലൊരു സ്ഥിതിയിലായിരുന്നില്ല. ഇന്ത്യ ഒരു വികസ്വര ഇന്നത്തെ കാണുന്ന സങ്കല്പമായിരുന്നില്ലല്ലോ 1980. നമുക്ക് പണം ഒരു മുഖ്യ പ്രതിബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യം വികസന പാതയിലാണ്. നമുക്ക് ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുണ്ട്. ഇത്തരം ചെലവുകൾക്ക് നമ്മുടെ രാജ്യം സാമ്പത്തികമായി നമ്മൾ പര്യാപ്തമായ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായി ഇത്തരം പരീക്ഷണങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളിലും ഉദ്യമങ്ങളിലോട്ടൊക്കെ കടക്കുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഷനുണ്ട് ഈ കാര്യത്തിൽ. നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം, അതായത് യുദ്ധവിമാനങ്ങളടക്കം ആയുധങ്ങളടക്കം നമ്മൾ മുൻകാലങ്ങളിൽ റഷ്യയോ അമേരിക്കയോ ആശ്രയിച്ചാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ ഒരു നയമനുസരിച്ച് നമുക്ക് സ്വന്തം നിലയിൽ ഇതെല്ലാം നിർമ്മിച്ചെടുക്കുക എന്നുള്ളൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാവേരി എഞ്ചിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഇത് ഏത് വർഷത്തോടുകൂടി ഇത് പൂർണ്ണമായും സുസജ്ജമാകും? ഞാൻ പറഞ്ഞല്ലോ, ഇത് 1980 തുടങ്ങിയ ഒരു സ്വപ്നമാണ്. ഇതിന് കാലതാമസം ഒരുപാടുണ്ടായി. ഇത് തേജസ് യുദ്ധവിമാനങ്ങൾ 2024 പൂർത്തിയാക്കി 86 സൈന്യത്തിന് കൊടുക്കാനായിട്ടാണ് നമ്മൾ പദ്ധതിയിട്ടത്. അത് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാവേരി എഞ്ചിൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാം, അങ്ങനെ ഒരു ടാർഗറ്റ് ഇട്ടിട്ടല്ല തുടങ്ങിയത്. നമ്മൾ ആ ഒരു ടാർഗറ്റ് ഇടുന്നതിനെ നമുക്ക് റഷ്യയുടെ അവിടുത്തെ പരീക്ഷണശാലയുടെ ഒരു സൗകര്യം കൂടി പരിഗണിച്ചാണ് ഈ നീണ്ടു പോയത്. പക്ഷേ നമുക്ക് തേജസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ടൈം ബൗണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ തെറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ എൻജിൻ സജ്ജമാകുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്നുള്ള GE എന്ന കമ്പനിയുടെ എൻജിൻ സജ്ജമാകുന്ന മുറയ്ക്ക് തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂർത്തീകരണമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ കാവേരി എൻജിൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി തന്നെ ആളില്ലാ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്കാണ് ഈ കാവേരി എൻജിനെ ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്നത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നമ്മൾ 2036 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ആ ഒരു കാലാവധിക്കുള്ളിൽ ഉറപ്പായും ഈ പറയുന്ന കാവേരി എഞ്ചിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു വിവരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പൂർണ്ണമായി നമുക്ക് ഈ എഞ്ചിൻ തന്നെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു നേട്ടം കൂടിയാണ്, അഭിമാന നിമിഷം കൂടിയാണ്. നമുക്ക് അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രത്യാശിക്കാം. അതെ, ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഏറ്റവും വലിയ പണച്ചെലവ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയ്ക്കും യുദ്ധോപകരണങ്ങൾക്കും നമുക്ക് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ഈ പ്രതിരോധ ബജറ്റ് വല്ലാണ്ട് താളം തെറ്റുന്നത്. അപ്പോൾ സ്വന്തമായി ഇത്തരം സാങ്കേതിക വിദ്യകളും ഇത്തരം സംവിധാനങ്ങളും നമുക്കുണ്ടാകുമ്പോൾ ആ ഇനത്തിൽ വലിയ രീതിയിലുള്ളൊരു പണച്ചെലവ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.